നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തിരിച്ചു പറയുന്ന ഒരു കള്ളി മുൾച്ചെടി നിങ്ങളുടെ കുഞ്ഞിൻ്റെ കയ്യിലുണ്ടോ? എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ തിരിച്ചു പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനൊരു ചോദ്യത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ടോക്കിംഗ് ടോം എന്നൊരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ലോകമെമ്പാടും പറയുന്ന ഒരേ ഒരു പേര് ഡാൻസിങ് കാക്ടസ് എന്ന പേരാണ്. അത് മറുപടി മാത്രമല്ല പറയുന്നത്, അതോടൊപ്പം നൃത്തവും ചെയ്യും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇങ്ങനൊരു കാക്ടസിന് പകരം ഒരു സൂര്യകാന്തി പൂവോ അല്ലെങ്കിൽ ഒരു റോസാ പൂവോ ആയിരുന്നെങ്കിൽ അതിനെ ലോകം ഇതിനേക്കാളേറെ സ്വീകരിക്കുമായിരുന്നില്ലേ എന്ന്? അങ്ങനെ ആവാതിരിക്കാനും ഒരു കാരണമുണ്ട്. നൃത്തം ചെയ്യുന്ന ആ കാക്ടസ്, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഒരു അപകടം സൃഷ്ടിച്ചേക്കാം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഇന്ന് ചെറിയ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു പോകുന്ന കളിപ്പാട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: ഡാൻസിങ് കാക്ടസ് അഥവാ ക്യൂട്ട് കാക്ടസ്. 2021 പകുതിയോടുകൂടിയാണ് അത് ലോകശ്രദ്ധ നേടുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അതിൻ്റെ ഡിമാൻഡ് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം മിതമായ വിലയും ഭംഗിയും തന്നെയാണ്. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു കളിപ്പാട്ടം കൂടിയാണ് ഡാൻസിങ് കാക്ടസ്. dancingcactus.co എന്ന വെബ്സൈറ്റിലൂടെ 2018 മുതൽ ഈ ഒരു കളിപ്പാട്ടം വിറ്റ് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ടിക്ടോക്ക് പ്രചാരത്തിൽ വന്നതോടെ ഈ കളിപ്പാട്ടം ലോകമെമ്പാടും ശ്രദ്ധ നേടുകയായിരുന്നു. കാർട്ടൂണുകളിലൂടെ പ്രശസ്തി നേടിയ ടോം എന്ന പൂച്ച പല ആപ്ലിക്കേഷനിലൂടെയും കുട്ടികളിലേക്ക് വന്നെത്തിയിരുന്നു. പിന്നീട് ചില കമ്പനികൾ അതിനെ കളിപ്പാട്ടമായും പുറത്തിറക്കി. എന്നാൽ ഡാൻസിങ് കാക്ടസിൻ്റെ വരവോടെ ടോം ആ സ്ഥാനമൊഴിയുകയായിരുന്നു. ഇന്ന് ഈ ഒരു കളിപ്പാട്ടം കൊണ്ട് കളിക്കാത്ത ഒരു കുഞ്ഞിനെ കണ്ടെത്തുക എന്നത് പ്രയാസമുള്ള വിഷയമാണ്. ഡാൻസിങ് കാക്ടസിന് ശേഷം വർത്തമാനം പറഞ്ഞ് നൃത്തം ചെയ്യുന്ന ഒരുപാട് കളിപ്പാട്ടങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എങ്കിലും ഇന്നും വിപണി കീഴടക്കിയിരിക്കുന്നത് ഡാൻസിങ് കാക്ടസ് തന്നെയാണ്. ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അത് കടന്നു കൂടിയിട്ടുണ്ട് എങ്കിലും നമുക്കറിയാത്ത ഒരു ഇരുണ്ട മുഖം ഈ കള്ളി മുൾച്ചെടിക്കുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കളിപ്പാട്ടങ്ങൾ ചിലവാകുന്ന സമയം ക്രിസ്മസ് സമയമാണ്. പലരും കളിപ്പാട്ടങ്ങൾ വാങ്ങി സമ്മാനങ്ങളായി നൽകാറുണ്ട്. പലപ്പോഴും ഓൺലൈനായി കളിപ്പാട്ടങ്ങൾ വാങ്ങി സമ്മാനമായി അയച്ചു കൊടുക്കുന്ന സമയവും ക്രിസ്മസ് സമയമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ചില പ്രമുഖ ഓൺലൈൻ വെബ്സൈറ്റുകൾ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന പേരിൽ ഒരു കളിപ്പാട്ടം ബാൻ ചെയ്തിരുന്നു. അതേത് കളിപ്പാട്ടമാണ് എന്നറിയട്ടെ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലിരുന്ന് അവരോട് സംസാരിക്കുന്ന ഡാൻസിങ് കാക്ടസ്. 2022 നവംബർ ടൊറോണോയിലെ CTV ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കാതറിൻ എന്ന പോളണ്ടുകാരി അമ്മമ്മ അവരുടെ കൊച്ചുമകൾക്ക് ഒരു സമ്മാനം ഓൺലൈനായി വാങ്ങിക്കൊടുത്തിരുന്നു: ഒരു ഡാൻസിങ് കാക്ടസ്. ഇടയ്ക്ക് അത് പാടുന്നത് ഒരു പോളിഷ് ഗാനമായിരുന്നു. അങ്ങനെയാണ് അവരത് ശ്രദ്ധിച്ചത്. ഒരിക്കലും ഒരു കുട്ടി കേൾക്കാൻ പാടില്ലാത്ത ചില വാക്കുകളായിരുന്നു ആ പാട്ടിൽ പറഞ്ഞിരുന്നത്. അവർ അതിനെതിരെ പരാതി നൽകുകയും ചെയ്തു. പോളിഷ് റാപ്പറായ സൈപ്പിസിൻ്റെ ഒരു റാപ്പ് സോങ് ആയിരുന്നു അന്ന് ആ ഡാൻസിങ് കാക്ടസ് പാടിയത്. അതെന്തായിരുന്നു എന്ന് ഇവിടെ എനിക്ക് പറയാൻ സാധിക്കില്ല. മുതിർന്നവർ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില മരുന്നുകളുടെ പേരും അത് ഉപയോഗിക്കേണ്ട രീതിയും ചില അശ്ലീലമായ വാക്കുകളും ചേർത്ത ഒരു പാട്ട്. അതെന്താണ് എന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ആ ആൽബത്തിൻ്റെ പേര് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. ദിസ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് ഫോർ ചിൽഡ്രൻ. ആമസോണിലും വാൾമാർട്ടിലും ഡാൻസിങ് കാക്ടസിൻ്റെ റിവ്യൂ സെക്ഷനിൽ കണ്ടിരുന്ന വാക്കുകളാണിത്. ഇതേക്കുറിച്ച് സൈപ്പിസിൻ്റെ അഭിപ്രായം അറിയാൻ പല മാധ്യമങ്ങളും അന്വേഷിച്ച് ചെന്നിരുന്നു. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടിയല്ല ഇങ്ങനൊരു പാട്ട് ഇങ്ങനൊരു കളിപ്പാട്ടത്തിലേക്ക് എടുത്തത് എന്നും അതെത്രയും പെട്ടെന്നും ആ കളിപ്പാട്ടത്തിൽ നിന്നും എടുത്തു മാറ്റണം എന്നുമായിരുന്നു. എന്നാൽ അതൊരിക്കലും സാധ്യമല്ല. കാരണം ഡാൻസിങ് കാക്ടസ് എന്ന കളിപ്പാട്ടം അത്രത്തോളം ലോകത്തിൽ വ്യാപിച്ചു പോയിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഡാൻസിങ് കാക്ടസിൽ ചിലപ്പോൾ അങ്ങനൊരു പാട്ട് കേൾക്കാൻ സാധിക്കില്ല. അതിന് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തേർഡ് പാർട്ടി മെയ്ഡ് ഡാൻസിങ് കാക്ടസ് ടോയ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കളിപ്പാട്ടം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയല്ല എന്നാണ് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത് എങ്കിൽ അങ്ങനെയല്ല. കാരണം അതൊരു കാക്ടസ് ആണ് എന്നത് തന്നെയാണ് അതിന് പിന്നിൽ പ്രചരിക്കുന്ന ചില കഥകൾ. അങ്ങനെ ഒരു കളിപ്പാട്ടം നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്നതിന് മുമ്പേ നമ്മെ ഒന്ന് ചിന്തിപ്പിച്ചേക്കാം.
മുന്നേ നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ ഒരു വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അതായത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന കളിപ്പാട്ടങ്ങളിലൂടെ അവരുടെ ശ്രദ്ധ സാത്താനിസം പോലുള്ള റിച്വൽസിലേക്ക് ക്ഷണിക്കുന്ന ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച്. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു തമാശയായി തോന്നുമായിരിക്കാം, എന്നാൽ പറയുന്ന വിഷയം അത്ര തമാശയുള്ള വിഷയമല്ല. ഇന്ന് പല ഉത്സവങ്ങളിലും ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചുവന്ന ലൈറ്റുകളുള്ള കൊമ്പുകൾ ധരിച്ച കൊച്ചു കുഞ്ഞുങ്ങളെയാണ്. അങ്ങനെ ഒരു കളിപ്പാട്ടം കൊണ്ടു നടന്നു എന്നതുകൊണ്ട് ആർക്കെങ്കിലും ആരെയെങ്കിലും ഏതെങ്കിലും സംഘടനയിൽ ചേർത്താൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷേ അപരിചിതമായ ഒന്നിനെ പരിചിതമാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അതായത് സ്ഥിരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു നമുക്ക് അടുപ്പമുള്ള വസ്തുവായി നമുക്ക് തോന്നും എന്ന സിമ്പിൾ സൈക്കോളജി. നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ അപാരമായ യുക്തിചിന്തയുള്ളവരാണ് എന്ന ചിന്ത. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും ബാൻ ചെയ്ത വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് പോരുന്നത്. ശരി, ഇങ്ങനൊരു കാക്ടസിന് എന്ത് പ്രശ്നമാണുള്ളത്? കാക്ടസ് എന്നത് മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണ് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അത്രയേ ഒരു കാക്ടസിനെ കുറിച്ച് നമ്മളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയും. ഹുവാച്ചുമ എന്നൊരു കാക്ടസ് ഉണ്ട്. പെറുവിലെ ജനങ്ങൾ അതിനെ ദൈവത്തെ പോലെയാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ മുകളിൽ. ദൈവത്തിന് സാധിക്കാത്ത പലതും ഈ ഒരു കള്ളിമുൾച്ചെടിക്ക് സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ദൈവത്തിന് മുകളിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. ചില പ്രത്യേക രീതിയിൽ പാകം ചെയ്ത് അവർ ഈ കാക്ടസ് ഭക്ഷിക്കാറുണ്ട്. ദ്രാവക രൂപത്തിൽ അത് ശരീരത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് ചെല്ലുന്നുവെന്ന് അവർ പറയുന്നു. ഒരു സൈക്കിഡലിക് പോലെ. 4000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഇത്തരം കാക്ടസ് അവർ ഇത്തരം കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് തെളിവുകളുണ്ട്. പെറുവിയൻ സിവിലൈസേഷന്റെ തുടക്കക്കാരായ ചാവിൻ വംശമാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് പറയപ്പെടുന്നു. അവരുടെ വംശത്തിലെ തലവന്മാരെല്ലാം ഹുവാച്ചുമ കാക്ടസ് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ശിലാചിത്രങ്ങളും അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മൂങ്ങയുടെ മുഖമുള്ള കള്ളിമുൾച്ചെടി കയ്യിലേന്തിയ സ്ത്രീരൂപത്തെ അവർ ആരാധിച്ചിരുന്നതിനും തെളിവുകളുണ്ട്. ഇത് സേവിക്കുമ്പോൾ ലഭിക്കുന്ന അവസ്ഥയെ അവർ വിളിക്കുന്നത് മിറാക്കിൾ ഹീലിംഗ് എന്നാണ്. ഇത്രയും ചരിത്രമാണ്. ഇന്നും ഇതേ കള്ളിമുൾച്ചെടിയെ പല റിച്വൽസിനും വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. സാത്തനിസം എന്ന് ഞാനതിനെ വിളിക്കുന്നത് മറ്റൊരു പേര് എനിക്കറിയാത്തത് കൊണ്ടാണ്. ഈ ഒരു കള്ളിമുൾച്ചെടിയെ ആരാധിക്കുന്നവർ അതിന് വളമായി നൽകുന്നത് രക്തമാണ്. പുറം ലോകത്ത് എവിടെയോ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത് എങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ സ്വന്തം നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർ ഒരു സമൂഹമാണ്, നമുക്കിടയിലുള്ള ഒരു സമൂഹം. വ്യത്യസ്തങ്ങളായ ചിന്തകളുള്ള, ലോകമെമ്പാടും ബന്ധങ്ങളുള്ള ഒരു സമൂഹം. അതിൽ നിന്നും പുറത്തു വന്ന ഒരാൾ പറയുന്നു, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടക്കും പോലെ ഒരുപാട് കടമ്പകൾ അവർക്ക് കടന്നു ചെല്ലാനുണ്ട്. സ്വന്തം ഇടത് കൈയിലെ തള്ളവിരൽ മുറിച്ച് അതിൻ്റെ രക്തം കൊണ്ട് ഒരുടമ്പടിയിൽ മുദ്ര പതിപ്പിച്ച ശേഷം മാത്രമേ അവർക്ക് ആ സമൂഹത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം ആത്മാവിനെ മറ്റൊരു എൻറ്റിറ്റിക്ക് വിൽക്കുന്നു എന്നതാണ് ആ ഉടമ്പടി. അതിനുശേഷമാണ് ബാപ്റ്റിസം. അത് ചെയ്യുന്നത് ചുവന്ന ഒരു ദ്രാവകത്തിലും പന്നിയുടെ രക്തവും മനുഷ്യൻ്റെ മൂത്രവും ചേർന്നുണ്ടാക്കിയ ഒരു ദ്രാവകം. അവരുടെ റിച്വൽസിൻ്റെ ഒരു ഭാഗമാണ് ഇത്തരം കള്ളിമുൾച്ചെടികൾ വേവിച്ച വെള്ളമോ സൂപ്പോ സേവിക്കുക എന്നത്. ഒരു തരത്തിൽ തീവ്രമായ ഒരു സൈക്കിഡലിക്. അവർ ആരാധിക്കുന്നത് ദൈവത്തെയല്ല. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവരുപയോഗിക്കുന്ന ഒരു ഇമോജിയാണ് കാക്ടസ് ഇമോജി. നമ്മുടെ എല്ലാം ദൈവങ്ങളുടെ ചെറുപ്പത്തിലുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉരലിൽ കെട്ടിയതും പഴമാണെന്ന് കരുതി ഹനുമാൻ സൂര്യനെ വിഴുങ്ങാൻ പറന്നതുമല്ല. ഇത്തരം കഥകളിലൂടെ നമ്മുടെ ദൈവങ്ങളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന കഥാപാത്രങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുമെന്ന സൈക്കോളജി ആയിരിക്കാം ഇവിടെയും ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലൊരു കാക്ടസ് പാടുന്നത് ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു പാട്ടാവുമ്പോൾ അതിനെ കോയിൻസിഡൻസായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന ആ കളിപ്പാട്ടം എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഭാവിയിൽ എന്തെങ്കിലും ഈ കളിപ്പാട്ടം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവിയെ ബാധിക്കും എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം എൻ്റെ വീട്ടിലുണ്ട് 2 എണ്ണം. ഡാൻസിങ് കാക്ടസ് എന്ന കളിപ്പാട്ടത്തെക്കുറിച്ചുള്ള ഒരു ഡാർക്ക് സ്റ്റോറി നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ